റോഡിൻ്റെ പ്രശ്നമാണ് സാറേ. നമുക്ക് റോഡാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അത് നമ്മുടെ പണ്ട് കാലത്ത് മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും പറ്റിച്ചു. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഈ BJP പ്രതീക്ഷിച്ച് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുകയാണ്. ഞങ്ങളിത് വരും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരമായി. ഞങ്ങൾ ഈ റോഡ് പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് നിലവിലെ ചെറിയൊരു റോഡിൻ്റെ കാര്യമാണ്. ഈ റോഡ് ഇല്ലാത്തത് കൊണ്ടുള്ള എത്ര കിലോമീറ്റർ തമിഴ്നാട് കൂടിയിട്ടാണ് നമുക്ക് ചുറ്റിപ്പോണത്? നമ്മളൊരു 50 കിലോമീറ്ററോളം ചുറ്റിപ്പോണം സാർ. അത് സ്വന്തം പഞ്ചായത്തിൽ വരാനും വില്ലേജ് വരാനും ഭയങ്കര ബുദ്ധിമുട്ട്. തമിഴ്നാട് വഴി കൂടി 50 കിലോമീറ്റർ ചുറ്റി ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്തിട്ട് പിന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് അവരെ കാര്യം കഴിയും പിടിച്ചിട്ടാണ് അവർ നമ്മളെ കടത്തി വിടുന്നത്. അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ കൂടി ഒരു റോഡ് ഉണ്ടെങ്കിൽ കേരളത്തിൽ കൂടെ റോഡാണെങ്കിൽ എത്ര കിലോമീറ്റർ വരും? നമുക്കൊരു 3 കിലോമീറ്റർ ഓടും. ഈ 70 കൊല്ലമായി ഇവിടെ MLA വന്നിട്ടുണ്ട്. കൊല്ലംകോട് അസംബ്ലി, നെന്മാറ അസംബ്ലിയിൽ 70 കൊല്ലമായിട്ട് MLA മാരുണ്ട്. ഈ 70 കൊല്ലമുള്ള MLA മാർക്കും ഈ റോഡ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? ചെയ്തു തന്നില്ല. നിങ്ങളോട് താല്പര്യമില്ല. നിങ്ങളുടെ വോട്ട് സമയത്തിന് മാത്രം വരും. ഈ സമയത്തിന് വന്നിട്ട് വോട്ട് ചോദിച്ചിട്ട് പോകും. പിന്നെ നമ്മളെ വോട്ട് മേടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നും പോലും അവർക്ക് അറിയില്ല. വേറൊരു കാര്യം കൂടി ചോദിക്കണം. ഒരാൾക്ക് പെട്ടെന്ന് ഒരു കുട്ടിക്കോ ഒരു അമ്മയ്ക്കോ ഒരു അസുഖം വന്നു രാത്രി സമയത്ത് എങ്ങനെ ആശുപത്രി പോകും? നമ്മൾ ഇവിടുന്ന് വാടക കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ കെട്ടി ചുമന്നിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ തമിഴ്നാട് വഴിക്ക് സേത്തുമട ചെക്ക് പോസ്റ്റ് എത്തണമെങ്കിൽ തന്നെ ഏകദേശം 10-20 കിലോമീറ്റർ 15-20 കിലോമീറ്റർ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അതിന് ഫോറസ്റ്റുകാർ രാത്രി ആന വരും, ഒരു പ്രശ്നം ഉണ്ടാവും, തടസ്സം വന്നാൽ അന്ന് പോക്ക് നടക്കില്ല. ആ പോക്ക് നടക്കില്ല. പിന്നെ അവിടെ കിടന്ന് മരിക്കുന്നവർ മരിക്കാൻ തന്നെ, ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ മരിക്കുന്നവർ മരിക്കാൻ തന്നെ. ഇതാണ് അവസ്ഥ. ഇത് മാറണം സാർ. ഇത് മാറണം. BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ 1 കൊല്ലം കൊണ്ട് തേക്കടിയിൽ നിന്ന് ചെമ്മണാമ്പതിയിലേക്ക് റോഡ് യാഥാർത്ഥ്യമാക്കി തരും. ഇത് എൻ്റെ ഉറപ്പല്ല, മോദിയുടെ ഗ്യാരണ്ടിയാണ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് ഞങ്ങൾ ചെയ്തു.